സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ കൂടിക്കാഴ്ച. എഴുതിയത് ലയ ചന്ദ്രലേഖ. അവസാന കൂടിക്കാഴ്ചയുടെ തലേ ദിവസമായിരുന്നു അത്. ആ പേര് ഓർത്തെടുക്കും തോറും ഉയരമേറിയൊരു പടിക്കെട്ടിൽ നിന്ന് ഉടഞ്ഞുടഞ്ഞ് താഴേക്ക് വീഴും പോലെ ജയന്തിക്ക് തോന്നി. വിനായകൻ. മേലാകെ വേദനിച്ചു. അവിടെവിടെയായി തൊലിയുരഞ്ഞു പുകഞ്ഞു. എന്നിട്ടും കൂടുതൽ ആവേശത്തോടെ വീണ്ടും അവർ ആ പേര് ഓർത്തെടുക്കുക തന്നെ ചെയ്തു. പലതവണ. ഇതാ വീണ്ടും. വിനായകൻ. വിനായക, വിനായക, വിനായക. ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു. 100 തവണ, 900 തവണ ഞാൻ സ്നേഹിക്കുന്നു. അവൾ ഒരു വലിയ മലയുടെ ഏറ്റവും മുകളിൽ കയറി ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. കടലിനടിയിലേക്ക് തുഴഞ്ഞു തുഴഞ്ഞു ചെന്ന് മീനുകളോട് രഹസ്യം പറയും. ഒരു വിത്തിനുള്ളിൽ പൊതിഞ്ഞുവച്ച് മണ്ണിൽ കുഴിച്ചു മൂടും. എല്ലാവരും അറിയട്ടെ അവൾ സ്നേഹിക്കുന്ന വിവരം. മലയും കടലും മീനുകളും കാറ്റും മണ്ണും മരവും ചെടികളും ആകാശവും പക്ഷികളും. പിന്നെ വിനായക, 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 ഞാൻ സ്നേഹിക്കുന്നു. ഹൂസ് ഫീലിംഗ് ഇൻ ദ എർത്ത് കനോട്ട് കണ്ടെയ്ൻ എന്നാണ് വിനായകൻ പറഞ്ഞത്. ഭൂമിക്ക് പോലും അടക്കി വയ്ക്കാൻ പറ്റാത്ത പ്രണയമുണ്ട് പെണ്ണെ നിന്റെ ഉള്ളിൽ, കിറുക്കി പെണ്ണ്. വിനായകൻ ചിരിച്ചു. ജയന്തിയും ചിരിച്ചു. ഓർത്തോർത്ത് വീണു വീണ് നീറി നീറി പുകഞ്ഞു പുകഞ്ഞപ്പോൾ ജയന്തിക്ക് വിനായകനെ ആ നിമിഷം തന്നെ കാണണമെന്ന് തിടുക്കമായി. അയാളിപ്പോൾ എന്തു ചെയ്യുകയാവും? ഉഷയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നുണ്ടാവണം. വേണ്ട, കെട്ടിപ്പിടിക്കാതിരുന്നെങ്കിൽ. വിനായകന് ഇന്ന് ഉറങ്ങാൻ കഴിഞ്ഞേക്കുമോ? ഇല്ലാതെ പിന്നെ. വിനായകന് പ്രായം ഏറിയിരിക്കും. നാളെ കാണുമ്പോൾ അയാളുടെ ശുഷ്കിച്ച തൊലിപ്പുറത്തുകൂടെ അറച്ചറച്ച വിയർപ്പു തുള്ളികൾ ഊർന്നിറങ്ങും. ചൂടുകൊണ്ടല്ല, വിനായകന്റെ വിയർപ്പിന്റെ ഗന്ധം ജയന്തിക്ക് ഹരമാണ്. അയാൾ ഇനിയും നിന്ന് വിയർക്കട്ടെ എന്ന് അവൾ സ്വാർത്ഥയാവും. ഉറുമ്പുകളുടെ താവളം കണ്ടുപിടിക്കുന്ന പോലെ ഒരു വലിയ സമസ്യയായിരുന്നു അത്. വിനായകൻ എവിടെയെന്നുള്ള തേടൽ. ഉറുമ്പുകളുടെ താവളം ജയന്തി ഇടയ്ക്കിടെ കണ്ടെത്തുന്നു. കിച്ചൺ സ്ലാബിനു മേലെ ഒന്ന് കണ്ടെത്തി കൈക്കല കൊണ്ട് ഉരച്ചു കളഞ്ഞു രാവിലെ. 2 മണിക്കൂർ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ പുതിയൊരു നിര ചുവരിലെ മറ്റേതോ മൂലയിലേക്ക് നീളുന്ന. ഉറുമ്പുകളുടെ താവളം കണ്ടെത്തുക, വീണ്ടും വീണ്ടും കണ്ടെത്തുക ശ്രമകരം തന്നെ. വിനായകനെയും നാളെ കൺമുന്നിൽ കാണുമ്പോഴും അയാളെ കണ്ടെത്തിയെന്ന് അവകാശപ്പെടാൻ കഴിയുമോ? വിനായകനെ കണ്ടെത്തുക എളുപ്പമല്ല. ഒരു പക്ഷേ ആർക്കും അതിന് കഴിഞ്ഞേക്കില്ല. അനേകമനേകം കുഞ്ഞു രഹസ്യങ്ങളുടെ അമർത്തി മൂടപ്പെട്ട പൊത്തുകൾ നിറഞ്ഞ വലിയൊരു വൃക്ഷമാകുന്നു അയാൾ. അപ്പോൾ ജയന്തിയോ? ജയന്തി സ്വയം ഒരു രഹസ്യവും. വിനായകനെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ജയന്തി നീ? ഞാൻ കെട്ടിപ്പിടിക്കും കഥാകൃത്തെ. അതിനെന്ത്? എന്നിട്ട് എല്ലാം പറയും. അതെയോ? എല്ലാം പറയുമോ? അല്ലെങ്കിൽ വേണ്ട, എല്ലാം പറയണ്ട അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ചിലതൊക്കെ പറയാതെ വിടുന്നതാണ് എനിക്കിഷ്ടം. നിന്റെ ഇഷ്ടം പോലെ ജയന്തി. നാളെ വിനായകനെ ഞാൻ കണ്ടുമുട്ടുമെന്നത് തീർച്ചയല്ലേ കഥാകൃത്തെ? നോക്കട്ടെ. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. കഥയിൽ എവിടെയെങ്കിലും അതിസ്വാഭാവികമായി കണ്ടുമുട്ടുമെങ്കിൽ ഞാൻ മുട്ടിക്കാം, വിഷമിക്കേണ്ട. ജയന്തി ചിരിച്ചു. അവരൊരൽപ്പം ആശ്വാസപ്പെട്ടതായി തോന്നി. ചിരിക്കുമ്പോൾ ജയന്തിയുടെ തൊണ്ട വേദനിച്ചു. പേശികൾ വലിഞ്ഞു മുറുകി. തൊണ്ടയിലും ഈ അടുത്ത് ഒരു ഉറുമ്പിൻ കൂട്ടം കൂടുകൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നീണ്ട ചുമയിലാണ് തുടങ്ങിയത്. ചുമച്ച് ചുമച്ച് പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെയായി. റഫീഖ് അഹമ്മദിന്റെ 1 വരി കഴിഞ്ഞ് 1 ഡസൻ ചുമ, 2 വരി കഴിഞ്ഞ് 2 ഡസൻ. തോരാമഴ വികൃതമായി പെയ്തിറങ്ങിയപ്പോൾ കുട്ടികൾ മുഖം ചുളിച്ചു. ചുമച്ച് ചുമച്ച് ശബ്ദം മാറി. വല്ലതും ഇറക്കാനും സംസാരിക്കാനും പ്രയാസം തോന്നി. തൊണ്ടയിൽ ഒരു ഉറുമ്പിൻ കൂട്ടം കൂടുകൂട്ടുകയാണോ എന്ന് ENT ഡോക്ടർ സംശയം പറഞ്ഞു. ജയന്തിക്ക് ചിരി വന്നു. ഈ ഉറുമ്പുകളെ കൊണ്ട് തോറ്റല്ലോ. സകലയിടത്തും അനുവാദമില്ലാതെ കയറി വന്നോളും. ഉറുമ്പുകൾക്ക് മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്യാൻ തീരെ അറിഞ്ഞൂടാ. ചില സമയത്ത് എനിക്ക് സ്നേഹം കുമിഞ്ഞുകൂടും. ഞാൻ എരിഞ്ഞെരിഞ്ഞ് കത്തുന്ന പോലെ തോന്നും വിനായകനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഓടിപ്പോകണമെന്ന് ധൃതിയാവും. എല്ലാം ഇട്ടെറിഞ്ഞ്, എൻ്റെ സ്നേഹത്തെയും വിനായകനെയും. ഓടിപ്പോയി ഒരു വലിയ കായലിലേക്ക് എടുത്തു ചാടണമെന്ന്.
ഏതെങ്കിലും ഒരു മൊശകോടനെ കണ്ടുപിടിച്ച് കെട്ടി ആ വെള്ളത്തിൻ്റെ മിതമായ തണുപ്പ് പോലെ ഏറാതെ കുറയാതെ അങ്ങനെ സ്നേഹിച്ചാൽ മതിയെന്ന്. കിറുക്കത്തി. വിനായകൻ ചിരിച്ചു. കിറുക്കത്തി. ജയന്തിയും ചിരിച്ചു. ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോയാ നീ എന്തു ചെയ്യും വിനായക? ഞാനോ? ഞാൻ വിനായകൻ ആലോചിച്ചു. ഞാൻ ആ പുഴയ്ക്ക് തീയിടും. അയ്യേ, മണ്ടൻ വിനായകൻ, മരമണ്ടൻ. ജയന്തി ചിരിച്ചുപോയി. എൻഡോസ്കോപ്പി കഴിഞ്ഞാണ് ഉറപ്പിച്ചത്. ഉറുമ്പിൻകൂട്ടം തന്നെ, വലിയ വലിയ ഒരു കൂടാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു സൂചന പോലും തരാതെ. അമ്പട വിരുദ്ധരെ, ഇനിയിപ്പോ തുടച്ചാലും പോകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അലി പേടിച്ചു, മക്കൾ പേടിച്ചു. പേരക്കുട്ടികൾ വന്ന് ഉമ്മമ്മാന്ന് കാലിൽ പിണഞ്ഞു പിടിച്ചു. അവര് കൂട്ടട്ടെ മക്കളെ, വെറുതെ തുണി കേടുവരുത്തണ്ടാന്ന് ജയന്തിയും പറഞ്ഞു. അവിടെ ഒരിത്തിരി ഈർപ്പം കണ്ടോണ്ടല്ലേ അവറ്റകൾ വന്നത്. നല്ലത്, നല്ലത്. വിനായകനെ കണ്ടിട്ട് നീ എന്തു ചെയ്യാൻ പോകുന്നു ജയന്തി? എല്ലാം അയാളോട് പറയുമോ? അലി ചോദിക്കുന്നു. ഷെടാ, ഇതേ ചോദ്യം തന്നെ എന്നോട് മറ്റൊരാളും ചോദിച്ചു. ആര്? അലിക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ? എന്തിന്? എന്തിനോ? ഞാൻ കൂടെ വരണോ? എന്തിന്? എന്തിനോ? വേണ്ട, വേണ്ട, വരണ്ട. പൂർവ്വ കാമുകനും കാമുകിയും സംഗമിക്കുന്നിടത്ത് ഭർത്താവ് പൂച്ചയ്ക്ക് എന്തു കാര്യം? പൂച്ചയല്ല, പുലി. ദേ ഇങ്ങോട്ട് നോക്കിയാട്ടെ. അതെ, കഴുതപ്പുലി. ചെറുപ്പത്തിൽ കുട്ടിക്കൂട്ടങ്ങൾക്ക് നടുവിൽ പുലിയും മാനും പാമ്പും താറാവും തവളക്കുട്ടന്മാരുമായി ജയന്തിയും വിനായകനും അഭിനയിച്ച് രസിച്ചു. മരിച്ചവരെ പോലെ അഭിനയിക്കുന്ന കളിയിൽ എന്നും ജയന്തി തന്നെ വിജയിച്ചു. വിനായകൻ അപ്പോഴൊക്കെ വാവിട്ട് നിലവിളിച്ചു. അയ്യേ, മണ്ടൻ, മരമണ്ടൻ വിനായകൻ എന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ഓരോ തവണയും ഉയർത്തുവന്നുകൊണ്ടിരുന്നു. എഴുത്തുകാരി, പറയേ ജമന്തി, നിനക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ഗതി, വാക്കുകൾ, വാക്കില്ലായ്മകൾ ഉണ്ട്. എന്താ ഒരു സംശയം പോലെ? ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് വിനായകനോട് സംസാരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ജീവിതം വളരെ സുന്ദരമാണെന്ന് എനിക്കറിയാം. അല്ല, അങ്ങനെയല്ല. ജീവിതവും മരണവും സുന്ദരമാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നത് ഒരു വലിയ പ്രിവിലേജാണ്. അങ്ങനെയല്ലാത്ത എത്രയോ കോടി മനുഷ്യർ ഈ ഭൂലോകത്തുണ്ട്. ആ പാവങ്ങളുടെ മുഖത്ത് നോക്കി ജീവിതത്തെയും മരണത്തെയും റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് ക്രൂരതയാണ്. അല്ല, അതിനും മീതെ മറ്റെന്തോ ആണ്, അല്ലേ? പറയൂ ജയന്തി. പക്ഷേ ഞാൻ എൻ്റെ പ്രിവിലേജുകൾ ഉപയോഗിക്കുന്ന ഒരുത്തിയായിപ്പോയി എഴുത്തുകാരി. മരണം എൻ്റെ അടുത്തേക്ക് വരികയല്ല, ഞാൻ എൻ്റെ മരണത്തിൻ്റെ അതിഥിയായിരിക്കും എന്നെനിക്ക് എപ്പോഴും തോന്നും. ഏറ്റവും വിശേഷപ്പെട്ട ഒന്നിനെ എന്ന പോലെ സകല പ്രിവിലേജുകളോടും കൂടി അതെന്നെ സ്വീകരിക്കും. ഞാൻ വിനായകനോട് മരണത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഉറപ്പായുമുണ്ട്. അതെഴുതൂ, എഴുതില്ലേ? കല്ലായിപ്പുഴയുടെ കടവത്ത് വിനായകന്റെ മടിയിലേക്ക് തലചായ്ച്ചു കിടന്ന് പുഴയുടെ തണുപ്പിലേക്ക് കാലുകൾ ഊർത്തിവച്ച് ജയന്തി പറഞ്ഞു. എൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ വിനായക? ആർക്കറിയാം? വല്ല ചക്കയും തലയിൽ വീണായിരിക്കും. ചക്കയെങ്കിൽ ചക്ക, തേങ്ങയെങ്കിൽ തേങ്ങ. തെങ്ങ് കനിയട്ടെ. പക്ഷേ എൻ്റെ പദ്ധതി എന്താണ്? പദ്ധതി ജീവിച്ച് ഒരു പോയിന്റിൽ വെൻ ഐ നീഡ് സാച്ചുറേറ്റഡ് ഞാൻ എൻ്റെ മരണത്തെ തേടി ചെല്ലും വിനായക. അത് മാത്രമായിരിക്കും ഞാൻ അന്തിയുറങ്ങുന്ന രണ്ടാമത്തെയും അവസാനത്തേതുമായ വീട്. മറ്റൊരു വീടുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയ ഗർഭപാത്രം. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്ന ശാന്തമായ ഒരു നിമിഷമുണ്ടാകും ജീവിതത്തിൽ. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അന്ന് സകലതും ഉപേക്ഷിച്ച് പുസ്തകങ്ങളും മനുഷ്യരെയും മണ്ണിനെയും ഇഷ്ടപ്പെട്ട സകലതിനെയും ഞാൻ യാത്രയാകും. ഞാനൊരു ഉൾക്കാട്ടിലേക്കോ ഉയരമുള്ള മലയുടെ മുകളിലേക്കോ കയറി ചെല്ലും. സകലർക്കും അദൃശ്യമായ ഒരിടത്തേക്ക്, ഏകാകിയായി, ഉള്ളിലേക്കുള്ളിലേക്ക്, അല്ലെങ്കിൽ മുകളിലേക്ക്, വളരെ വളരെ മുകളിലേക്ക്, ഞാൻ തുടങ്ങിയ ഇരുട്ടിലേക്ക്, ഞാൻ ഒഴുകാൻ ആരംഭിച്ച തണുപ്പിലേക്ക്. ഭക്ഷണവും വസ്ത്രങ്ങളും ദാഹജലവും ഉപേക്ഷിച്ച് നഗ്നയായി ഞാൻ മണ്ണിലോ മഞ്ഞിൻ്റെ മുകളിലോ നീണ്ടു നിവർന്ന് കിടക്കും. എനിക്കപ്പോഴും ആകാശം കാണാം. ഞാൻ മേഘങ്ങളുടെ ചലനം നോക്കും. അതിന് രൂപങ്ങളുണ്ടാക്കും. ആന, വണ്ടി, കുതിര, കട്ടിൽ.
പിന്നെ എപ്പോഴോ രൂപങ്ങളെയും ഞാൻ മറന്നു തുടങ്ങും. എനിക്ക് ശാന്തമായി കണ്ണുകൾ ചിമ്മണമെന്ന് തോന്നും. ഞാൻ എൻ്റെ കൺമുന്നിലെ സകലതിനോടും നന്ദി പറയും. ജീവിതത്തിൽ ആദ്യമായി എന്തിനോടൊക്കെയോ മൗനമായെങ്കിലും യാത്ര പറയും. അപ്പോഴേക്കും ഞാൻ എൻ്റെ ശബ്ദം പോലും മറന്നു കഴിഞ്ഞിരിക്കും. ഇരുട്ടിലേക്ക് കണ്ണു ചിമ്മിയാൽ പിന്നെ വിശപ്പറിയാതെ, ദാഹമില്ലാതെ, വേദനകളില്ലാതെ, സുഖദുഃഖങ്ങളില്ലാതെ ഞാൻ എപ്പോഴോ എൻ്റെ മരണത്തിൻ്റെ മടിയിലേക്ക് പതിയെ മൃദുലമായി പൊഴിഞ്ഞു വീഴും. അങ്ങനെയാണ് എനിക്ക് മരിക്കേണ്ടത്. എങ്ങനെയുണ്ട് എൻ്റെ മരണം വിനായക? ഇഷ്ടപ്പെട്ടോ? തേങ്ങാക്കൊല. വിനായകൻ്റെ കണ്ണു നിറഞ്ഞു. എഴുന്നേൽക്ക്, ഇരുട്ടി, എനിക്ക് വല്ലോം കഴിക്കണം, അയാൾ പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ട് പോകൂ, ഇത്ര തിടുക്കമോ? ഉഷ കെറുവിച്ചു. ഒരു തിടുക്കവുമില്ല, വിശപ്പില്ലാഞ്ഞിട്ടാണ്. വിനായകൻ കാലൻ കുടയുമെടുത്ത് മുറ്റത്തേക്കിറങ്ങി. മഴ പെയ്യുന്ന സമയമല്ലല്ലോ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെയ്തേക്കും. ഓ, ജയന്തി ആര്? തൂവാനത്തുമ്പികളിലെ ക്ലാരയോ? വിനായകൻ തിരിഞ്ഞു നിന്നു അവളെ നോക്കി. ഉഷേ, ഞാൻ പോകുന്നത് നിനക്കിഷ്ടമല്ലേ? അയാൾ കരുതലോടെ ചോദിച്ചു. ഉഷ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നു. നെറ്റിയിലൂടെ ഊർന്നിറങ്ങിയ വിയർപ്പുതുള്ളി നീലയിൽ മഞ്ഞക്കസവുള്ള കോട്ടൺ സാരിയുടെ കോന്തല വച്ച് തുടച്ചു കൊടുത്തു. പിന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു. ജയന്തി, നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ഉണ്ട് കഥാകൃത്തെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണിപ്പോൾ മനസ്സിൽ? പേടിയാണോ? അല്ല, പേടിയല്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് ധൃതിയാണ്. ധൃതി കൂടിക്കൂടി പരവേശം. എനിക്കല്പം വെള്ളം വേണം. ഇതാ, ആവശ്യത്തിന് കുടിച്ചോളൂ. പിന്നെ നോക്കൂ, ജയന്തി ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഇതാ കൂട്ടിമുട്ടിക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് കഥാകൃത്തെ, എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു, ഒരു ടീനേജുകാരിയുടേതുപോലെ. ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ ജയന്തിക്ക് തിട്ടമുണ്ടല്ലോ. നിങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. എനിക്കറിയാം എഴുത്തുകാരി, ഞാൻ തയ്യാറായി കഴിഞ്ഞു. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് വേണം മടങ്ങിപ്പോരാൻ. കേട്ടല്ലോ? ഒന്നും ബാക്കിയാവരുത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാത്രി വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ എൻ്റെ മനസ്സ് ശാന്തമായ കടൽ പോലെ സ്വസ്ഥമായിരിക്കും. വാക്ക്. നല്ലത്. ശരി, സമയമായി കഴിഞ്ഞു. കണ്ണടച്ചോളൂ. സുഭാഷ് പാർക്കിൽ ഞാവൽ മര ചുവട്ടിലെ ബെഞ്ചിൽ നടുവിൽ കാലൻകുട കൊണ്ട് വിനായകൻ മനഃപൂർവ്വമുണ്ടാക്കിയ അകലത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇളം കാറ്റിൽ ജയന്തിയുടെ ചുവന്നു നേർത്ത ജോർജറ്റ് സാരി ഉടലാകെ ഇളകി പറന്നുകൊണ്ടിരുന്നു. വിനായകൻ അതു കണ്ടില്ല. അറിയാതെ പോലും അത് നോക്കിപ്പോകാതെ അയാൾ മേലെ ആകാശത്തേക്ക് ദൃഷ്ടി ഉറപ്പിച്ചിരുന്നു. എന്തൊരു നീലിമ! വിനായകൻ വിയർക്കുന്നുണ്ടായിരുന്നു. വിടർന്ന നെറ്റിക്കു കുറുകെ ഒരു നേർത്ത വെയിൽ പാളി വീണു കിടന്നിരുന്നു. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? ജയന്തി ചോദിച്ചു. എളുപ്പമടങ്ങാവുന്ന എങ്ങോട്ടേക്കെങ്കിലും. അതിസൂക്ഷ്മമായൊരു അതാര്യ വസ്തുവിനെ എന്ന പോലെ വിനായകന്റെ നിസ്സംഗതയിൽ തട്ടി ജയന്തിയുടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഓരോന്നും തിരിച്ചു വന്നുകൊണ്ടിരുന്നു. അരികെ അവ്യക്തവും ക്രമരഹിതവുമായി കാണപ്പെടുന്ന നിഴലുകൾ പോലെ. സ്കൂളിൽ ഒരുമിച്ച് പ്രകാശത്തിന്റെ വിഭംഗനത്തെക്കുറിച്ച് ചൊല്ലിപ്പഠിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. വാക്കുകൾ നിഴലുകളായും നിഴലുകൾ നേർത്ത അരികുകളായും മാറിയിട്ടും അവൾ വെറുതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വിനായക, 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 പറയൂ. ദൂരെ കടയുടെ ടെറസിൽ പ്രാവുകൾ ഇണചേരുന്നത് ജയന്തി കണ്ടു. അവൾക്ക് നാണം വന്നു. വിനായകനും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് അവൾക്കുറപ്പാണ്. അയാൾ അപ്പോൾ എന്ത് ചിന്തിച്ചിരിക്കും? പ്രാവുകൾ കുറുകുന്നത് എനിക്കിഷ്ടമല്ല. അതൊരു മനുഷ്യന്റെ നിർത്താതെയുള്ള നിലവിളി പോലെ തോന്നിക്കും. മനുഷ്യർ നിലവിളിക്കുന്നത് എനിക്ക് സഹിക്കില്ല. വിനായകൻ ഒന്നും മിണ്ടിയില്ല. അയാൾക്ക് നിലവിളിക്കണമെന്ന് തോന്നി. മാധവിയോട് മരിച്ച പ്രണയിനികൾ പറയുന്നു, ആരും തോഴി ഉലകിൽ മറയുന്നില്ല, മാംസം വെടിഞ്ഞാൽ തീരുന്നില്ലീ പ്രണയജടിലം ദേഹിതൻ ദേഹബന്ധം. എറണാകുളം മഹാരാജാസ് കോളേജിൽ അന്ന് BA മലയാളം ഫൈനൽ ഇയർ. മഞ്ചാടി മരങ്ങളിലേക്ക് തുറക്കുന്ന ജനാലയുടെ ഓരത്ത് മൂന്നാമത്തെ ബെഞ്ചിലിരുന്ന് വിജയലക്ഷ്മി ടീച്ചറുടെ മധുര ശബ്ദം കേൾക്കവേ ജയന്തിയുടെ വരികൾ ഓർത്തെടുത്ത് നാണിച്ചു ചുവന്നു.
ദേ വിനായക, കുറെ സുന്ദരൻ ഉമ്മകൾ, എല്ലാം സൂക്ഷിച്ചു വച്ചോളൂ. മഞ്ചാടിക്കുരുക്കൾ പോലെ. കാണുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, ഒരെണ്ണം കുറയാൻ പാടില്ല, കേട്ടല്ലോ? കാണുമ്പോ മഞ്ചാടിക്കുരുക്കൾ കൊണ്ട് ചുവന്ന ചുവന്ന കൊട്ടാരം കെട്ടാം, ആകാശം മുട്ടുന്ന. വർഗീസുകുട്ടി ഇല്ലാത്ത സമയങ്ങളിൽ ഹോസ്റ്റലിലെ 23-ാം നമ്പർ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് സ്റ്റഡി ടേബിളിൽ ചോക്കുകൊണ്ട് ജയന്തി എന്ന പേരെഴുതി അതിന്റെ വൃത്തങ്ങളിലെല്ലാം വിനായകൻ മഞ്ചാടിക്കുരുക്കൾ നിറച്ചു വച്ചു. ജയന്തിയുടെ മേലാകെ മഞ്ചാടിക്കുരുക്കളുടെ കൊട്ടാരം പണിയണം. അവൾ ഒരു ചുവന്ന ജയന്തി പ്രാവുകളെ നോക്കി നിൽക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരെല്ലാം അദൃശ്യരായിരിക്കുന്നു. ശബ്ദങ്ങൾ നിലച്ചിരിക്കുന്നു. പൊടുന്നനെ അവളെ മരത്തടിയിലേക്ക് ചേർത്ത് നിർത്തി നിറയെ ഉമ്മകൾ കൊണ്ട് പൊതിയണമെന്ന് വിനായകന് തോന്നി. ചുവന്ന കുരുന്നു രക്തത്തുള്ളികളുടെ പാടവശേഷിപ്പിക്കുന്ന തീവ്രമായ ഉമ്മകൾ. അവളുടെ ഉടലാകെ മഞ്ചാടിക്കുരുക്കളുടെ കൊട്ടാരം. എന്നിട്ട് കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി ഒരിക്കൽ ഒരൊറ്റ തവണ മാത്രം ചോദിക്കണം, എന്തിനാണ് പെണ്ണെ നീ എന്നെ ഉപേക്ഷിച്ചു പോയത്? തലേന്ന് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നത്തെ വിനായകൻ ഓർത്തെടുത്തു. പഠിച്ച സ്കൂളിൽ 10ാം ക്ലാസ് എ ഡിവിഷനിൽ അർദ്ധനഗ്നനായി അയാൾ ഇരിക്കുന്നു. വിനായകൻ അപ്പോൾ കുട്ടിയായിരുന്നോ മുതിർന്ന ആളായിരുന്നോ എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപമാനം മാത്രമാണ് അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നത്. ക്ലാസ്സിൽ ആരും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും യൂണിഫോം ഷർട്ടിന്റെ അടിഭാഗം കഷ്ടപ്പെട്ട് വലിച്ചു താഴ്ത്തിക്കൊണ്ട് ഉച്ചസമയത്ത് അയാൾ ഗോവണിപ്പടികളിലൂടെ ഇറങ്ങിയോടി. അതൊരു വിഫല ശ്രമമായിരുന്നു. അപ്പോൾ മാത്രം ചുറ്റിലും നിന്ന് എച്ചിൽ നിറഞ്ഞ ചോറ്റുപാത്രവുമായി പോകുന്ന കുട്ടികൾ അയാളുടെ അരക്കെട്ടിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആരും യാതൊന്നും പറയുന്നില്ല. അയാൾ അപമാനഭാരത്തോടെ ഓടി ടോയ്ലറ്റിൽ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അകത്തു കയറി ഒളിച്ചിരുന്നു. മൂത്രത്തിന്റെ അസഹ്യമായ ചൂര് പൊതിഞ്ഞപ്പോൾ അയാൾക്ക് ഛർദ്ദിക്കാൻ വന്നു. എങ്കിലും വിനായകനിപ്പോൾ ആശ്വാസമുണ്ട്. ഇരുട്ടിന്റെ പുതുപ്പുകൊണ്ട് തന്റെ അപമാനകരമായ ആണത്വം മൂടപ്പെട്ടിരിക്കുന്നു. ആർക്കും തന്നെ ഇപ്പോൾ കാണാനാവുന്നില്ല. തനിക്കു തന്നെയും കാണാനാവുന്നില്ല. അയാൾ അവളെ മരത്തോടടുപ്പിച്ചില്ല. ഉടലോട് ചേർന്നു നിന്നില്ല. ചോര പൊടിച്ച് മുത്തങ്ങൾ നൽകിയില്ല. ഒന്നും ചോദിച്ചില്ല. അയാൾക്ക് എന്തെങ്കിലും അറിയണമെന്നേ തോന്നിയില്ല. അറിഞ്ഞിട്ടെന്തിന്? ഏറെ വൈകി. നേരം സന്ധ്യയോടടുക്കുന്നു. മനുഷ്യരും ശബ്ദങ്ങളും തിരിച്ചു വന്നിരിക്കുന്നു. ജയന്തി, ആദ്യം കാണുമ്പോൾ നീ വിനായകനെ കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എത്രയോ തവണ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? നമുക്ക് ഫോർട്ട് കൊച്ചി പോകാം. എനിക്ക് വിനായകന്റെ കൂടെ കടലു കാണണം. ജയന്തി പറഞ്ഞു. ഇല്ല, എനിക്ക് വയ്യ. അയാൾ മടുപ്പോടെ തിരിച്ചു നടന്നു. കടൽ എത്ര കണ്ടു മടുത്തു. ഇത് പുതിയ കടലാണ് വിനായക. ജയന്തി വിളിച്ചു പറഞ്ഞു. നമ്മുടെ കടൽ. വിനായകൻ തിരിഞ്ഞു നിന്നു. ജയന്തി ചിരിക്കുന്നു. അയാൾക്ക് ഒരു തവണ കൂടി ഉറക്കെ നിലവിളിക്കണമെന്ന് തോന്നി. കടൽ, നമ്മുടെ കടൽ. ടീച്ച് മീ ഹൗ ടു അൺലവ് യു, മൈ ഡിയറസ്റ്റ്. വുഡ് ഇറ്റ് wound your heart if I tell you I love you? I fear to cause you pain, yet all I wish is to love you and love you again. But wait, does it take within you what I have just said? Forgive me, forgive me. ദേ വിനായക, ഈ കടലിന്റെ നിറം എന്താണെന്നറിയുമോ? മുന്നോട്ടു ചൂണ്ടി ജയന്തി ചോദിച്ചു. കറുപ്പ്. വിനായകൻ മറുപടി പറഞ്ഞു. ശരാ, ശരിയാണല്ലോ. വിനായകൻ ഞാൻ കരുതിയ പോലെ മണ്ടനല്ല. ആട്ടെ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ജയന്തി മുകളിലേക്ക് ചൂണ്ടി. 64,338,33,294. ഇത്ര കൃത്യമായി എങ്ങനെ അറിയാം? ഞാൻ ഇന്നലെ എണ്ണി നോക്കിയിരുന്നു. സംശയമാണെങ്കിൽ നിങ്ങളും എണ്ണി നോക്കിക്കോളൂ. എനിക്ക് വിനായകനെ വിശ്വാസമാണ്. എന്നാലും അതെന്താ ഒരു മുക്കാല്? ഒരെണ്ണം ദേ പിറന്ന് കാല് മാത്രം പുറത്തെത്തിയതേ ഉള്ളൂ. കാല് മാത്രം മുഴുവനായോണ്ട് മുക്കാല്. ഈ വിനായകനൊരു തമാശക്കാരൻ തന്നെ അല്ലേ കഥാകൃത്തെ? എന്തോന്നാ ജയന്തി, ഒരു കുത്തു വച്ചു തന്നാലുണ്ടല്ലോ. ജയന്തിക്ക് തീരെ ഔചിത്യബോധമില്ല. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രൈവറ്റ് മൊമെന്റ്സ് ആണ്. ചുമ്മാ കമിതാക്കളുടെ ഇടയിലേക്ക് എന്നെ വലിച്ചിഴക്കാതെ. ഡു നോട്ട് ഡിസ്റ്റർബ്.
ഞാൻ എഴുതട്ടെ? എന്തിനാ ജയന്തി ചിരിക്കുന്നത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അതല്ല വിനായക, വേറൊരു വലിയ തമാശ കേട്ടിട്ട്. എന്ത് തമാശ? വിനായകൻ എന്നെ പ്രേമിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, തീരെയില്ല. പ്രേമിച്ചിരുന്നോ? അത് തമ്പുരാട്ടിക്ക് അറിയാമല്ലോ. തീരെ തീരെ തീരെയില്ല. എന്നോട് വിനായകന് എത്രത്തോളം സ്നേഹമുണ്ട് ഊഹിച്ചു നോക്കൂ. ഒരു കടലിന്റെ അത്ര? അല്ല, നക്ഷത്രങ്ങളോളം. ശേ, നക്ഷത്രങ്ങളെ ഒന്ന് വിട്ടുപിടിക്കൂ. ഇത് കുറെ നേരമായല്ലോ. ശരി. ജയന്തി 2 കൈകളിലുമായി നിറയെ മണൽ വാരിയെടുത്തു. ഇതാ, ഇതിലുള്ളത്ര മണൽത്തരികളോളം. തെറ്റിപ്പോയി. എങ്കിൽ വിനായകൻ തന്നെ പറയൂ. ഒരു തുന്നൽ സൂചിയുടെ തുളയുടെ 4/1. അല്ല, 5/1. ജയന്തി മണൽക്കുമ്പിൽ പൊടുന്നനെ താഴെയിട്ടു. കടലിലേക്ക് മുഖം തിരിച്ചു. സൂര്യൻ ആഴാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് തിരിച്ചു പോകണമെന്ന് തോന്നി. എന്നോട് തരിമ്പും സ്നേഹമില്ലല്ലേ? ഇല്ലല്ലോ. അതിപ്പോഴാണോ മനസ്സിലാവുന്നത്? എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയൂ വിനായക. ഞാൻ എന്തിനു നുണ പറയണം? ഞാൻ പറയുന്നു, വിനായകൻ എന്നെ സ്നേഹിക്കുന്നു. ഇല്ല, സ്നേഹിക്കുന്നില്ല. മറ്റാരെക്കാളും സ്നേഹിക്കുന്നു. ഇല്ല ഇല്ല. നിങ്ങളുടെ ഭാര്യയെക്കാളും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വിനായകന്റെ മുഖം ചുവന്നു. അയാൾക്ക് അരിശം വന്നു. ശരി ശരി, ജയന്തി ചിരിച്ചു. വെറുതെ തമാശ പറഞ്ഞതല്ലേ. എന്തായത് കൊച്ചു കുട്ടിയെപ്പോലെ വിനായക? എല്ലാവരും കുട്ടികളാണല്ലോ ഉള്ളിൽ. ഞാനും കുട്ടിയാവട്ടെ. ജയന്തിക്ക് പക്വത വന്നെന്ന് ആര് പറഞ്ഞു? എനിക്ക് കളിക്കാൻ തോന്നുന്നു. കളിച്ചോളൂ. ധാരാളം മണൽ കിടപ്പുണ്ട്. എന്റെ കണ്ണിൽ തെറിപ്പിക്കരുത്. ഞാൻ വിനായകനെ പേടിപ്പിക്കട്ടെ? വിനായകൻ ചുണ്ടു കോട്ടിച്ചിരിച്ചു. അയാൾ ദൂരേക്ക് നോക്കിയിരുന്നു. സൂര്യൻ പാതി താണിരിക്കുന്നു. എന്റെ അഭിനയം കണ്ട് വിനായകൻ ഞെട്ടും. പിന്നെ ഞൊട്ടും. എന്നാൽ നോക്കിക്കോളൂ. ഞാൻ തോൽപ്പിക്കാൻ പോകുന്നു വിനായകനെ. ജയന്തി വിനായകന്റെ മടിയിലേക്ക് തലവച്ചു. അയാൾ എതിർത്തില്ല. എന്റെ നെറ്റിയിൽ കൈവയ്ക്കോ വിനായക? ഇല്ല, സൗകര്യമില്ല. ഭവതി അഭിനയിച്ചാട്ടെ. ജയന്തി ചിരിച്ചു. എന്തൊരു കുരുത്തം കെട്ട വിനായകൻ. അവൾ പതിയെ കണ്ണുകളടച്ചു. വിനായക, 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 ഞാനിതാ മരിച്ചു പോകുന്നു. പോകട്ടെ, മരിച്ചു പോകട്ടെ. അയാൾ കടലിലേക്ക് നോക്കിയിരുന്നു. ഞാൻ പേടിക്കില്ല. സുഖകരമായ ഒരിളം കാറ്റു വീശി. വിളറിയ സൂര്യൻ ബാക്കിയായ അവസാന ഇറ്റു രക്തവും വേദനയോടെ കടലിലേക്ക് തുപ്പിയിറങ്ങി. ദിനാന്ത്യം. ആകാശത്ത് നിഴലുകൾ പോലെ കറുത്ത പറവകൾ കൂട്ടിലേക്ക് ധൃതിവെച്ച് പറന്നു. ദൂരെ ഒരു കൂട്ടം മുക്കുവർ ഹർഷാരവത്തോടെ വലിയൊരു വല നിറയെ പിടയ്ക്കുന്ന മീനുകളെ കരയിലേക്ക് വലിച്ചു കയറ്റി. ഏലേ ഏലേ ഏലേസ. ഞാൻ പേടിക്കില്ല. ഞാൻ പേടിക്കുകയേയില്ല, വിനായകൻ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.